ട്രംപിന് ശരിക്കും പനാമ കനാൽ ഏറ്റെടുക്കാൻ കഴിയുമോ? തന്റെ ഇനോഗ്രൽ ഫംഗ്ഷനിലെ പ്രസംഗത്തിലും ട്രംപ് തന്റെ ഭീഷണി വീണ്ടും ആവർത്തിച്ചു. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്ക നിർമ്മിച്ച എഞ്ചിനീയറിംഗിന്റെ ഒരു മാസ്റ്റർ പീസാണ് പനാമ കനാൽ. 1914 പ്രവർത്തനക്ഷമമായ ലോക പ്രശസ്തമായ പനാമ കനാലിന്റെ മേൽനോട്ടം 1977 ഭാഗികമായും 1999 പൂർണ്ണമായും അമേരിക്ക പനാമയ്ക്ക് കൈമാറിയിരുന്നു. ഇപ്പോഴത്തെ കനാലിന്റെ നിയന്ത്രണം എങ്ങനെയും തിരിച്ചുപിടിക്കുമെന്ന് ട്രംപും കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് പനാമ പ്രസിഡന്റ് ജോസ് മുലിനോയും. കൂടാതെ കനാലിന്റെ ഭരണം പനാമ നിയന്ത്രണത്തിൽ തുടരുമെന്നും ലോകത്തിലെ ഒരു രാഷ്ട്രവും കനാലിന്റെ നിയന്ത്രണത്തിൽ ഇടപെടുന്നില്ലെന്നും പ്രസിഡന്റ് മുലിനോ വ്യക്തമാക്കി. പനാമ കനാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശരിയായ രീതിയിലല്ലെന്നും മേഖലയിൽ ചൈന സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും തടയാൻ കനാലിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വിട്ടു നൽകണമെന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് പനാമ അമിത ചാർജ് ഈടാക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പനാമ കനാലിനെ അമേരിക്ക തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് മുലിനോയുടെ പ്രസ്താവനയും വന്നത്. കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ പ്രസംഗത്തിൽ പനാമ ഐക്യരാഷ്ട്രസഭയിൽ ആശങ്ക ഉന്നയിച്ചു. പനാമ കനാൽ പിടിച്ചെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആശങ്കാകുലമായ ഭീഷണിക്കെതിരെ പനാമ ഐക്യരാഷ്ട്രസഭയിൽ പരാതിയും നൽകി. സ്ഥാപക UN ചാർട്ടറിന് കീഴിൽ രാജ്യങ്ങൾ തങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായ ഭീഷണിയിൽ നിന്നോ ബലപ്രയോഗത്തിൽ നിന്നോ വിട്ടുനിൽക്കുമെന്ന് പനാമയുടെ UN അംബാസിഡർ എലോയ് അൽഫാരോ ഡി ആൽവ പറഞ്ഞു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിലാണ് ആൽവ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 2025-26 കാലയളവിൽ പനാമ ഒരു സീറ്റ് വഹിക്കുന്ന 15-അംഗ സുരക്ഷാ കൗൺസിലിലേക്കാണ് കത്ത് കൈമാറിയത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള കൗൺസിലാണിത്. 1999 തന്ത്രപ്രധാനമായ ജലപാതയുടെ അന്തിമ കൈമാറ്റത്തിനായി പനാമ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചെന്നും അതിന്റെ പ്രവർത്തനം ചൈനയ്ക്ക് വിട്ടുകൊടുത്തെന്നും പനാമ കനാലിന്റെ മേലുള്ള നിയന്ത്രണം പുനഃസ്ഥാപിക്കണമെന്ന ഭീഷണി ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇരട്ടിപ്പിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് ശേഷം പനാമ കനാലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്താവാണ് ചൈന. കൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു പ്രധാന നിക്ഷേപം ചൈനയ്ക്കുണ്ട്. കനാലിന്റെ പ്രവേശന കവാടങ്ങളിലെ 2 തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള CK ഹച്ചിൻസൺ ഹോൾഡിംഗ്സിന്റെ ഒരു ഉപസ്ഥാപനമാണ്. കൂടാതെ ജലപാതയ്ക്ക് കുറുകെയുള്ള ഒരു പുതിയ പാലത്തിന് ചൈന ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചൈന കനാൽ സ്വന്തമാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. ചൈനീസ് സൈനിക ഇടപെടലിന് തെളിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പനാമ കനാലിനോട് ചേർന്നുള്ള 2 തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്ന CK ഹച്ചിൻസൺ ഹോൾഡിംഗ്സിന്റെ അനുബന്ധ സ്ഥാപനമായ പനാമ പോർട്ടേഴ്സ് കമ്പനിയുടെ പ്രാദേശിക ഓഫീസുകളിൽ അന്വേഷണം നടത്തുന്നതിനായി ഓഡിറ്റർമാരുടെ ഒരു ടീമിനെ അയച്ചതായി കംട്രോളറുടെ ഓഫീസ് എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. കനാലിൽ ഇടപെടാൻ ചൈനയെ പനാമ അനുവദിച്ചതായി ട്രംപ് ആരോപിച്ച സാഹചര്യത്തിലാണ് ഈ പരിശോധന.